വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അവർ കൈകൾ വയ്ക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മർക്കോസ് 16:18 രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ദൈവിക രോഗശാന്തിയും ആരോഗ്യവും സ്വീകരിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങൾ ബൈബിൾ വെളിപ്പെടുത്തുന്നു. യേശുവിന്റെ നാമം, ദൈവവചനത്തിന്റെ വാഗ്ദാനങ്ങൾ, ക്രിസ്തുവിന്റെ രക്തം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ശുശ്രൂഷകരുടെ തീക്ഷ്ണമായ പ്രാർത്ഥന, എണ്ണപൂശൽ, കൈവയ്ക്കൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇവയിൽ ഓരോന്നും രോഗശാന്തി വരുത്താനുള്ള ദൈവത്തിന്റെ ശക്തി വഹിക്കുന്നു. രോഗശാന്തിയുടെ ഒരു പ്രധാന രീതി കൈകൾ വയ്ക്കലാണ്. തിരുവെഴുത്തുകളിലുടനീളം യേശു പലപ്പോഴും രോഗികളെ സ്പർശിക്കുന്നതും അവന്റെ സ്പർശനം രോഗശാന്തി നൽകുന്നതും നാം കാണുന്നു. അവൻ ആളുകളുടെ മേൽ കൈകൾ വെച്ചപ്പോൾ ദൈവത്തിന്റെ ശക്തി ഒരു വൈദ്യുത പ്രവാഹം പോലെ അവനിലൂടെ പ്രവഹിച്ചു. അത് ഉടനടി പുനഃസ്ഥാപനം കൊണ്ടുവന്നു. യേശു കുഷ്ഠരോഗികളെ പോലും സ്പർശിച്ചു. അവന്റെ കാലത്ത് കേട്ടിട്ടില്ലാത്ത ഒന്ന്, കാരണം കുഷ്ഠം വളരെ പകർച്ചവ്യാധിയായിരുന്നു. എന്നിരുന്നാലും അവന്റെ ശക്തി ഏതൊരു രോഗത്തെക്കാളും വലുതായിരുന്നു. അവൻ അവരെ സ്പർശിച്ചപ്പോൾ രോഗത്തിന് അവന്റെ മേൽ ഒരു സ്വാധീനവുമില്ലാതെയുമായിരുന്നു. കാരണം അവന്റെ സ്പർശനം ശുദ്ധീകരണവും രോഗശാന്തിയും കൊണ്ടുവന്നു. കർത്താവായ യേശുവിനെ തൊട്ടതുവഴി ചിലർ സുഖം പ്രാപിച്ചതായി ബൈബിൾ രേഖപ്പെടുത്തുന്നു. കർത്താവ് തൊട്ടപ്പോൾ മറ്റുള്ളവർ സുഖം പ്രാപിച്ചു. കർത്താവായ യേശു അവരെ തൊട്ടപ്പോൾ ധാരാളം ആളുകൾ സുഖം പ്രാപിച്ചപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ കർത്താവിനെ തൊട്ടതുവഴി വളരെ കുറച്ചു പേർ മാത്രമേ രോഗശാന്തി പ്രാപിച്ചുള്ളൂ. 12 വർഷമായി രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റം സ്പർശിച്ചു. തൽക്ഷണം സുഖം പ്രാപിച്ചു. യേശുവിലുള്ള അവളുടെ വിശ്വാസവും അവനെ തൊട്ട പ്രവൃത്തിയും അവൾക്ക് പൂർണ്ണമായ രോഗശാന്തി നൽകി. യേശു 2 അന്ധന്മാരുടെ കണ്ണുകളിൽ സ്പർശിച്ചുകൊണ്ട് അവർക്ക് കാഴ്ച തിരിച്ചു നൽകി. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്നവൻ പ്രഖ്യാപിച്ചത് മത്തായി സുവിശേഷം 9:29 കാണപ്പെടുന്നു. അവന്റെ സ്പർശനത്താൽ അവരുടെ കണ്ണുകൾ പൂർണ്ണമായും സുഖപ്പെട്ടു. അവർക്ക് കാഴ്ച ലഭിച്ചു. കർത്താവായ യേശു കരുണ കാണിച്ച് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. ഉടനെ അവരുടെ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചു. അവർ അവനെ അനുഗമിച്ചു എന്ന് മത്തായി 20:34 പറയപ്പെടുന്നു. കർത്താവിന്റെ ഒരു സ്പർശനം കൊണ്ട് മാത്രം ഐറിസ്, കോർണിയ, കൃഷ്ണമണി, ലെൻസ് എന്നിവ പൂർണ്ണമായും സുഖപ്പെടുത്താനും പൂർണ്ണമായ കാഴ്ച പുനഃസ്ഥാപിക്കാനും കഴിയും. പനി ബാധിച്ചവരെ കർത്താവ് സ്പർശിച്ചു. പത്രോസിന്റെ അമ്മാവിയമ്മ പനി ബാധിച്ചു കിടന്നപ്പോൾ യേശു അവളുടെ കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. തൽക്ഷണം പനി അവളെ വിട്ടുമാറി അവൾ അവരെ ശുശ്രൂഷിക്കാൻ തുടങ്ങിയെന്ന് മർക്കോസ് 1:31 കാണുന്നു. അവന്റെ സ്പർശനം പൂർണ്ണമായ സൗഖ്യം നൽകി. അതുപോലെ ഒരു ബധിരനും മൂകനുമായ മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവൻ അവനെ തൊട്ടു. ഉടനെ ആ മനുഷ്യന്റെ ചെവി തുറന്നു. അവന്റെ നാവ് അയഞ്ഞു. അവൻ വ്യക്തമായി സംസാരിച്ചു തുടങ്ങിയെന്ന് മർക്കോസ് 7:35 പറയപ്പെടുന്നു. യേശു സ്പർശിച്ച ഓരോ വ്യക്തിയും ദിവ്യ രോഗശാന്തി അനുഭവിച്ചു. അവന്റെ സ്പർശനം അവരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി. ദൈവമക്കളെ, യേശുവിന്റെ അതേ ദിവ്യ സ്പർശനം ഇന്നും നിങ്ങൾക്ക് ലഭ്യമാണ്. വിശ്വാസത്തോടെ അവനെ സമീപിക്കുക. അവൻ നിങ്ങളെ പുനഃസ്ഥാപിപ്പിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി 17:7 യേശു അടുത്തു ചെന്നവരെ തൊട്ടു, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആവർത്തന പുസ്തകം 26-27 അധ്യായങ്ങൾ, വൈകുന്നേരം മർക്കോസ് 14 27 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.